ഹലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരു പ്രകാരം താക്കോലൊക്കെ തപ്പിയെടുത്ത് സുധീനെ ഗേറ്റ് തുറന്ന് സുധീനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുധി ചന്ദ്രയോട് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയാണ്, എൻ്റെ പൊന്നുമോൻ വാ, ഇനി സച്ചി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, മോൻ വാ എന്ന് പറഞ്ഞിട്ട് സുധീനെ വിളിച്ചിട്ട് അകത്തേക്ക് കയറുവാണ് കേട്ടോ. അങ്ങനെ സുധി അകത്ത് കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ സച്ചി വന്നിട്ട് പറയാണ്, അവിടെ നിൽക്ക്, എൻ്റെ ക്യാഷ് എപ്പോൾ തരുന്ന അറിഞ്ഞിട്ട് മതി ഇവിടുത്തെ പൊറുതി. അപ്പോൾ ചന്ദ്ര പറയാണ്, അത് ഇവൻ തരും. എപ്പോൾ തരും? അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടല്ലോ, നാളത്തെ ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് തന്നിട്ട് നീ കയറിയാൽ മതി അകത്തേക്ക്. അപ്പോൾ ചന്ദ്ര പറയാണ്, അതിപ്പോൾ അവൻ്റെ കയ്യിലില്ല. ഇല്ലേ? ഈ സമയം കൊണ്ട് അത്രയും കാശ് പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ ചന്ദ്രയും സുധി ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയാണ്, അവൻ സ്നേഹിച്ച പെണ്ണ് അവനെ പറ്റിച്ച കാശായിട്ട് മുങ്ങി. ആഹാ, നല്ല കഥ, ഞങ്ങളിത് വിശ്വസിക്കണമെന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ സുധി പറയാണ്, അമ്മ പറഞ്ഞ സത്യ, കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കൊള്ളാം, സ്വന്തം അച്ഛനെ പോലും പറ്റിക്കാൻ കഴിവുള്ള ഗജ ഫ്രോഡാ നീ. നിന്നെ വേറൊരാളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രമേ മണ്ടനല്ല സച്ചി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദയനീയതയോടെ നോക്കുകയാണ് കേട്ടോ. അന്നേരം സച്ചി പറയാണ്, എൻ്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്, കളിക്കാതെ നീ കാശ് എടുക്കടാ. അപ്പോൾ രവീന്ദ്രൻ പറയാണ്, എടാ അവൻ പറഞ്ഞ സത്യ, ഏതൊരു പെണ്ണ് അവനെ പറ്റിച്ചിട്ട് കാശുമായിട്ട് പോയി. ഇവൻ പറയുന്നത് മൊത്തം കള്ള. കാശ് എവിടെയാണെന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാലേ ഇവൻ എന്തായാലും സത്യം പറയും. അപ്പോൾ രവീന്ദ്രൻ പറയാ, ഇല്ല, അവൻ പറഞ്ഞത് മൊത്തം സത്യമാണ് സച്ചി. കയ്യിൽ കാശില്ലാതെ അവൻ ഏതൊരു ലോഡ്ജിൽ ഒളിച്ച് താമസിക്കുമായിരുന്നു. രേവതി കണ്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട് ചന്ദ്ര രേവതിനെ ദേഷ്യത്തോടെ നോക്കുവാണ് കേട്ടോ. രേവതി അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. സുധി മാറി മാറി ചന്ദ്രനെയും രേവതിനെയും നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ പറയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് നേരിട്ട് കണ്ടതാ, ഇവന് ഭക്ഷണത്തിന് പോലും ഒരു നിവൃത്തിയില്ലാതെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ അന്ന് സുധീനെ കണ്ടതും സുധീനെ അടിച്ചതും ഒക്കെ ഇങ്ങനെ സച്ചിയോട് വിശദീകരിച്ച് പറയുകയാണ് കേട്ടോ. അങ്ങനെ സുധി പറഞ്ഞത്, എന്നെ ചതിക്കപ്പെട്ട എൻ്റെ കയ്യിൽ പൈസ ഇല്ല അച്ഛാ, ഞാൻ എന്നെ ഒന്ന് വിശ്വസിക്കച്ചാന്ന് പറഞ്ഞ് കരഞ്ഞതും ചന്ദ്ര ഇങ്ങനെ പറയാണ്, അത് അവൻ പറഞ്ഞ സത്യ രവിയേട്ടാ, ഒരു നേരത്തിന് ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെ ക്ഷേത്ര നടയിൽ അന്നദാനത്തിൽ നിൽക്കുമ്പോഴാണ് ഞാനിവനെ കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഭിക്ഷക്കാരനെ പോലെ നമ്മുടെ മുന്ന് പറഞ്ഞ് ചന്ദ്ര കരഞ്ഞതൊക്കെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയുടെ അടുത്ത് പറയുവാണ്. സച്ചി ഇതെല്ലാം കേട്ടിട്ട് പറയാണ്, ആഹാ, അപ്പോൾ പണം പോയി അച്ഛാ, ഈ ദൈവം ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നാം. ചന്ദ്രമതിയുടെ അതിബുദ്ധിമാനായ ബിസിനസ്സുകാരനെപ്പോഴേ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ദരിദ്രൻ. ഇവരെ കൊണ്ട് ഈ വീടിന് നഷ്ടമല്ലാതെ ഒരു ഗുണവുമില്ല. ചുമ്മാ ചന്ദ്രമതിക്ക് പൊങ്ങച്ചമാറിയാൽ മാത്രമേ ഇങ്ങനൊരു പാഴ്മരത്തെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ നീ ഇവിടെ താമസിക്കില്ല എന്ന് പറയാണ് സച്ചി. അപ്പോൾ ചന്ദ്ര പറയാണ്, അവൻ്റെ പഠിപ്പ് വെച്ചിട്ട് എന്തായാലും നല്ല ജോലി കിട്ടും, ശമ്പളം വരുമ്പോൾ കടമൊക്കെ വീട്ടിക്കോളാന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ആ കഥയൊന്നും ഇവിടെ ചിലവാകത്തില്ല, പുറത്താകുമ്പോൾ ഒരു ചൂടുണ്ടാവും, എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ മര്യാദക്ക് പണിക്കും പോവും, അകത്ത് കയറി ചിലപ്പോൾ ഉഴപ്പും, അതുകൊണ്ട് സുതിമോ നിന്ന് ക്ഷീണിക്കാതെ വണ്ടി കിട്ടോ. ചന്ദ്ര പറയാണ്, എടാ നീ എന്നെ വിശ്വസിക്കുക, ഇവൻ എന്തായാലും ആ പണം തിരിച്ചു തരുമെന്ന് പറയാണ്, ഞാൻ ഉറപ്പ് പറയല്ലേ. അപ്പോൾ സച്ചിനെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ശരി, ഒരു 6 മാസം സമയം തരാം, എൻ്റെ കാശ് തരാൻ പറ്റുമോ? അപ്പോൾ ചന്ദ്ര പറയാണ്, 6 മാസത്തിനുള്ളിൽ കാശ് തരാം അല്ല സുധി? അപ്പോൾ സുധി പറയണ, അതെ, അത് കൊടുക്കാം. അപ്പോൾ സച്ചി പറയണ, പണ്ടേ ഫ്രോഡായി ഇവനെ എനിക്ക് വിശ്വാസമില്ല, നീ ഒരു കാര്യം ചെയ്യേ, 6 മാസത്തിൽ എനിക്ക് കാശ് തരാമെന്ന് അമ്മയുടെ തലയെ തൊട്ടിട്ട് നീ സത്യം ചെയ്യുമെന്ന് പറയാണ്. പെട്ടെന്ന് ഇത് കേട്ടിട്ട് സുധിയും നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കുവാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയണ, അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ ചന്ദ്രമതി പറയണേ, എനിക്ക് എൻ്റെ മോനെ വിശ്വാസമാണ്, പിന്നെന്താ പ്രശ്നം, സുധി അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്യണമെന്ന് പറയാണ്. പക്ഷേ സുധീനെ സത്യം ചെയ്യാതെ ഇങ്ങനെ ചന്ദ്രമതിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സുധി, നിനക്ക് വീട്ടിൽ കഴിയണമെങ്കിൽ നീ സത്യം ചെയ്യേ, അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറയാണ് സച്ചി. ചന്ദ്രയും അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സുധീനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ സുധി ചന്ദ്രയുടെ തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യാണ്. പണം ഞാൻ തിരികെ തരുമെന്ന് പറയാണ് കേട്ടോ സത്യം. അപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്ത് നിന്ന് കുറച്ച് നമുക്ക് ഭയമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അത് കേട്ട സച്ചി ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയണ, വാ മോനെ വാ എന്ന് പറഞ്ഞ് വേഗം സുധിയുടെ ബാഗൊക്കെ എടുത്ത് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുന്ന പോക്കിൽ ചന്ദ്ര ഒന്ന് രേവതിനെ നല്ലോണം ഇരുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ഇങ്ങനെ നിസ്സഹായമായി ഇങ്ങനെ എല്ലാവരും നോക്കുവാണ്. അങ്ങനെ രവീന്ദ്രനെ നോക്കുമ്പോഴും രവീന്ദ്രൻ ഒന്നും പറയാതെ അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്.
അടുത്ത സീനിൽ കാണിക്കുന്നത് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചതും അച്ഛൻ തല്ലിയതും രേവതിയുടെ മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ട് ഇവർ ഈ നിലയിൽ വന്നതെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പാലുമായിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരാൻ കേട്ടോ. ചന്ദ്രക്ക് അടിയൊക്കെ കൊണ്ടിട്ട് ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അവനെന്നെ തല്ലാണെങ്കിൽ തല്ലട്ടെ എന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ, എന്തിനും ഇങ്ങനെ പിടിച്ചു മാറ്റാൻ പോയത്, അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ പറയാണ്. സാരമില്ല, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാതെ ആഹാരം കഴിക്കാനെങ്കിലും നീ താഴേക്ക് വാന്ന് പറയാണ് ചന്ദ്ര. ആരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുന്നില്ല അമ്മേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വന്തം അനിയും തല്ലേണ്ട ഒരു അവസ്ഥ വരെ എനിക്കെത്തി എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ ശ്രുതി. ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അമ്മേ. അപ്പോൾ ചന്ദ്ര പറയണ എല്ലാം നീയായിട്ട് തന്നെ വരുത്തി വെച്ചതാ, ഏതോ ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ബുദ്ധിയില്ലാതെ ഓരോന്ന് ചെയ്തിട്ടല്ലേ, അത് കാരണം എനിക്കും ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ തന ഉനിക്കേണ്ടി വന്നു. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അവളെ അത്രയ്ക്ക് വിശ്വസിച്ച് പോയി. മോനെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെയും നീ വിശ്വസിക്കരുത്. ഇത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ, എവിടെ നിന്നോ വന്ന് ഒരുത്തി നിന്നെയും പറ്റിച്ച് കാശ് കഴിക്കലാക്കി എങ്ങോട്ട് പോയി, അതിന് നീ ഇവിടെ ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം, ഈ പാലെങ്കിലും കുടിക്കുന്നു പറഞ്ഞ് പാല് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാണ്, എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി കണ്ടെത്തണം, എന്നിട്ട് അച്ഛൻ്റെ കാശ് നീ തിരിച്ചു കൊടുക്കണമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ അമ്മയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തത്, അതെന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കും, എനിക്കൊരു ജോലിക്ക് വിളിച്ചിട്ടുണ്ട്, ശമ്പളമൊന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ചന്ദ്ര ഇതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നമുക്കൊരു സമയം വരും, നമുക്കിതിനൊക്കെ എന്നിട്ട് പകരം ചോദിക്കാം. എൻ്റെ പിറകെ നടന്നെല്ലാം കണ്ടുപിടിച്ചത് അവളാ, സ്വന്തം വീട്ടിൽ കയറാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ അപമാനിച്ചു വിട്ട് അവളിനി സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. അടുത്ത സീരിയൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെ കേട്ടോ. ശ്രുതി ഇങ്ങനെ മീരയുടെ അടുത്ത് പറയാണ്, എടേ വല്ലാതെ ലേറ്റായി, നമുക്ക് വൈകിട്ട് കാണാമെന്നൊക്കെ പറയാം, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നൊക്കെ പറയാൻ കേട്ടോ. മീര പറയാണ്, കഴിച്ചിട്ടിരിക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കസ്റ്റമർ ഉണ്ട്. അങ്ങനെ പോട്ടേന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമറും അല്ല, ഇതൊരു വലിയ കമ്പനിയിലെ ഉയർന്ന പോസ്റ്റിൽ ജോലിയുള്ളൊരു സ്ത്രീയാണ്, സ്മിത മേഡം എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവരെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ച് പറയാൻ കേട്ടോ. മിനിമം ഒരു 20,000 രൂപ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് മാസം ഉണ്ടാക്കുന്നുണ്ട്, എൻ്റെ പൊന്മിട്ട ഇടുന്ന താറാവാന്നൊക്കെ പറയാണ് സുധി. എന്നിട്ട് മീര പറയാണ്, നിനക്ക് സ്പാ തുടങ്ങാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറയാം, ഏതെങ്കിലും ഒരു പണച്ചാക്കിനെ നോക്കിയിട്ട് നീ ഇങ്ങോട്ട് കെട്ട്, എന്നിട്ട് അവൻ്റെ പണം കൊണ്ട് നീ ഒരു ബിസിനസ് തുടങ്ങുന്ന പറയാണ്. അപ്പോൾ ശ്രുതി പറയണേ, അതിലും വരെ ഞാൻ ഇങ്ങനെ തന്നെ കഷ്ടപ്പെടുന്നതാണ്. എന്നിട്ട് ശ്രുതി പറയാണ്, ബാങ്ക് ലോൺ എടുത്ത് എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാലേ അത് അടച്ചു തീർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ മറ്റൊരാളുടെ പണം കൊണ്ട് തുടങ്ങിയാലേ അതിന് ഒരു വില ഉണ്ടാവില്ല, അവരെ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിജയിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ മീര പറയുന്നത്, സ്വന്തം ഭർത്താവിനെയൊക്കെ മറ്റൊരു വ്യക്തിയായിട്ട് കാണണോ? എന്നിട്ട് മീര പറയാണ്, നിനക്ക് കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, നീ അതൊന്നും മറന്ന് ജീവിക്കാൻ പറ്റില്ല, നീ അതുകൊണ്ട് കല്യാണത്തിനെക്കുറിച്ച് നീ ആലോചിക്കണം, നീ അക്ഷയനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, നിനക്കൊരു ഫ്യൂച്ചർ പ്ലാൻ വേണ്ടതെന്നൊക്കെ പറയാണ്. അത് കേട്ട് അസ്വസ്ഥതയാവാണ്ട് ശ്രുതി, നീ നിനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കാലത്ത് തന്നെ വേണ്ടാത്തൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ ജോലിക്ക് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി നേരത്തെ പറഞ്ഞ് MDയുടെ അടുത്താണ് ശ്രുതി ജോലിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവിടുത്തെ MD. പെട്ടെന്ന് ഒരു കോൾ വരികയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയാണ്, എടോ താൻ പോയി അപ്പുറത്തൊരു ശ്രുതി എന്നൊരു തെറാപ്പിസ്റ്റ് വന്നിട്ടുണ്ട്, അവരിപ്പോൾ വിളിച്ചിട്ട് വരാൻ പറയാണ്. എന്നിട്ട് ശ്രുതി ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിനെ പോയി വിളിക്കുകയാണ്. MD അകത്തേക്ക് വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി MDയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ. അങ്ങനെ ശ്രുതി MDയുടെ അടുത്ത് വന്ന് മസാജിങ് തുടങ്ങുകയാണ്. ഇത് കണ്ട് അസ്വസ്ഥനാവാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അവന് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ MD ചോദിക്കേണ്ടത്, താനെ അങ്ങോട്ടേക്ക് പോവാം, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങും, ഇത് കഴിയാനേ സമയം എടുക്കും, താൻ അതുവരെ വെറുതെ ഇരിക്കാൻ പോവാണോ, ഞാൻ കണ്ടൻറ്റ് പറഞ്ഞുതരാം, താൻ വേഗം എഴുതിയെടുത്തോന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ കണ്ടൻറ്റ് പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ മസാജിങ് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ശ്രുതിക്ക് അത് ഒരു അരോചകമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് ശ്രുതി പറയാണ്, മേഡം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നാൽ പോരെ, എന്താ എനിക്ക് വേറെ വല്ല തിരക്കുണ്ടോ? അതല്ല മേഡം, ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല, എന്നെ ശരിയും തന്നെ തെറ്റും പഠിപ്പിക്കാനല്ല ഞാൻ ശമ്പളം തരുന്നത്, ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അപ്പോൾ ശ്രുതി പറയാണ്, അങ്ങനെ മേഡം പറയുന്നത് എന്തനുസരിക്കാനേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പറയാം, നിന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ഒരു അഹങ്കാരം, അതൊന്നും ഇവിടെ വേണ്ട, മര്യാദക്ക് പെരുമാറാൻ അറിയില്ലെങ്കിലേ നീ വേറെ ജോലി നോക്ക്, ഈ ജോലിക്ക് എന്തായാലും എന്നെ കിട്ടില്ല, മര്യാദയെക്കുറിച്ചൊന്നും എന്തായാലും മേഡം പറയണ്ട, ഇതിലും പോലും ഒരു ജോലിയില്ലാതെ തെണ്ടി നടക്കുന്നതാ, കഷ്ടപ്പെട്ട് പഠിച്ച് കണ്ട ഡിഗ്രികളൊക്കെ എടുത്തതേ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരാളുടെ കീഴിൽ വന്ന് അടിമപ്പണി ചെയ്യാനൊന്നല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. ശ്രുതി ഇതെല്ലാം നോക്കി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മസാജിങ് ഒക്കെ കഴിഞ്ഞ് ശ്രുതി പുറത്തിറങ്ങുമ്പോൾ ശ്രുതിനെ കാണാണ്. അപ്പോൾ ശ്രുതിനോട് ശ്രുതി പറയാണ്,
എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, ഐ ആം സോറി എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയേണ്ടത് നിങ്ങളെന്തിനാ സോറി പറയുന്നത്, തെറ്റ് ചെയ്തത് അവരല്ലേ. അല്ല അതിപ്പോൾ തനിക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ താനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറായത്. അപ്പോൾ ശ്രുതി പറയാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, എൻ്റെ ജോലി ചെയ്യാതെ എനിക്ക് പറ്റില്ലല്ലോ. ഏയ് ഞാൻ തന്നെ എന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് തൻ്റെ കാർഡ് എടുത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്ക്, എല്ലാം ഇതിലുണ്ട്. ഉറക്കമൊഴിഞ്ഞിരുന്നേ പഠിച്ചു നേടിയ അറിവുണ്ടായിട്ടും എന്നെ അവരെ ട്രീറ്റ് ചെയ്ത രീതി നീ കണ്ടതല്ലേ. എൻ്റെ പകുതി പോലും ക്വാളിഫൈഡ് അല്ല അവർ, എന്നിട്ടും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പറയാണ് പണമാണ് ഇവിടെ പ്രധാനം എന്നൊക്കെ പറയാണ്. വിദ്യാഭ്യാസത്തിന് കഴിവേ ഉള്ളൂ, ഒരു വിലയില്ല. ഇപ്പം തന്നെ ഇയാളുടെ കാര്യം നോക്കി, തന്നെ ജോലിയിൽ ബെസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇവരൊക്കെ വീണ്ടും വീണ്ടും തന്നെ വിളിക്കുന്നത് പറയാണ്. ഇത് കേട്ട് ശ്രുതിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്.